ചേച്ചി ചേച്ചി കേൾക്കുന്നുണ്ടാ? നാളെ ഉണ്ടല്ല എൻ്റെ 2 ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരും കേട്ടോ. ഞാൻ ഒത്തിരി തവണ വിളിച്ചതാ വാ 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 എന്നും പറഞ്ഞിട്ട്. അപ്പോഴൊന്നും പറ്റൂലായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് 2 സമയം കിട്ടിയത്. അതുകൊണ്ടല്ലോ ഞാൻ ചെന്നൈയിലാവുമ്പോഴത്തേക്കും അവര് ഫ്രീ ആവും. അവര് ഫ്രീ ആവുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് ചെന്നൈ പോവും. ഇതായിരുന്നു അവസ്ഥ. എന്തായാലും നാളെ 2 വരും. നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടാ. കേട്ടാ എന്തോന്ന് വച്ചേ? എന്ത് പറ്റിയേ? ഒന്നും പറ്റില്ല. നോക്കട്ടെ. കൊതുക് കരഞ്ഞാ? ഇല്ല. കണ്ണൊക്കെ കലങ്ങിരിക്കുന്നില്ല. കരഞ്ഞല്ലോ. അതെന്തോ എന്തോ 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 എന്തോയാ? എന്തെങ്കിലും കാര്യം എന്തോ പറ്റിയത്? കാര്യൊന്നും ഇല്ല. നീ പറയാനോ പറഞ്ഞു കഴിഞ്ഞില്ല. അതാ പോവാൻ നോക്കി. ചേച്ചി കാര്യമാണ് ഞാൻ പോകത്തില്ല. കാര്യം എന്ന് പറഞ്ഞേ. കൊച്ചെ കാര്യൊന്നും ഇല്ലെന്ന്. കള്ളം പറയല്ലേ. കാര്യം പറ. ഇങ്ങോട്ട് എന്തുവാ? എനിക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിന്റെ അടുത്ത് പറയണമെന്നുണ്ടോ? ഉണ്ടോന്ന്? അങ്ങനെ തമ്മി തമ്മി പറയാൻ പറ്റാത്ത വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും ഇല്ല. എന്റെ അടുത്ത് പറഞ്ഞാൽ പറ്റത്തുള്ളൂ. എന്തോ കാര്യം? കാര്യമൊന്നുമില്ല. പോവാൻ നോക്ക്. ഇപ്പൊ സിദ്ധോളായിട്ട് വഴക്കുണ്ടാക്കിയ വഴക്കുണ്ടാക്കിയ പിന്നെന്താണ്? അമ്മൂമ്മ വിളിച്ച് ചീത്ത പറഞ്ഞ? ഇതല്ലാണ്ട് ചേച്ചിക്ക് എന്ത് വേറെ പ്രശ്നം ഉണ്ടാവാനാണ്? കാര്യം പറ. ഇങ്ങോട്ട് ടെൻഷൻ അടിപ്പിക്കല്ലേ. എന്തിനാണ് വന്ന് ശല്യപ്പെടുത്തുന്നേ? ഓ നമ്മളൊക്കെ ശല്യം. കാലം കൂടി ചെന്നൈ വന്നിട്ട് എന്ത് പറ്റിയെന്ന് വെക്കുമ്പോ നമ്മളൊക്കെ ശല്യം എന്നടേ. ശരി പിന്നെ പറ. ഇങ്ങോട്ട് മേടിക്കും കേട്ടോ. കഷ്ടമാണ്. ഇനിയിപ്പൊ എന്നോട് പറയണ്ട. നേരിട്ട് അവരോടങ്ങ് പറഞ്ഞോ. ദേ നോക്ക്. വരുന്നു പടയെടുത്തോണ്ട്. മര്യാദക്കിനോട് പറഞ്ഞാ പോരായിരുന്ന? എന്ത് പറ്റി ലച്ചു? എന്നാ ലച്ചു? എതുക്ക് അഴുകറ? കഴിഞ്ഞു. ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ നേരത്തെ വന്ന് നോക്കിയപ്പോ കണ്ണീന്ന് കുടുകുടാ വെള്ളം ഒഴുകുമായിരുന്നല്ലോ. ചേച്ചി കണ്ണീന്ന് എന്താണ് കുടുകുടാ വെള്ളം ഒഴുകിയത്? ഒന്നുമില്ല. ഞാൻ കരഞ്ഞൊന്നും അല്ല. ഒന്നുമില്ല സിദ്ധു. ചേച്ചിയെ കാര്യം പറയാൻ കൊണ്ട് ചേച്ചിയുടെ മോഹം കണ്ട അറിയാല്ല. ഒരുമാതിരി കടുപ്പത്തിലിരിക്കണേ. അപ്പൊ കരയല്ലായിരുന്ന? എന്തിനാ കരഞ്ഞേ? ചേടാ നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം? എല്ലാരും എന്തിനാണ് ഈ ചുറ്റിനും വന്നിട്ട് കരഞ്ഞെന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ കരഞ്ഞോണ്ടിരിക്കുന്ന ആളടുത്ത് ചിരിക്കണെന്തിനാ ചോദിക്കാൻ പറ്റൂ? നീ കാര്യം പറ. ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നുമില്ല. നീ കാര്യം എന്താന്ന് ചോദിക്കുമ്പോ ചുമ്മാ ഞഞ്ഞാ പിന്നെ പറഞ്ഞോണ്ടിരുന്ന എങ്ങനെ ശരിയാവുന്നേ? ഇത് നീയും കൂടെ പറ. നിന്റെ വാലിക്കണ കൂടെ ഞാൻ കേൾക്കാം. ലച്ചു നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഒരു കാര്യം ചെയ്യും. നിങ്ങൾ എല്ലാരും ഇത് എത്രയൊന്നും പറഞ്ഞ പറയാനും പറഞ്ഞ് ഇങ്ങനെ താങ്കൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാനിവിടെ സമ്മാനത്തോടെ ഇരിക്കുവല്ലായിരുന്നോ? നിങ്ങളല്ലേ കയറി വന്നത്. ലച്ചു ഇനി നീ ഷോ കാണിച്ചു എന്റെ സ്വഭാവം പറഞ്ഞട്ടാ. സിத்து வேண்டாம் சித்து. அவளே வருத்தப்பட்டுட்டு இருக்கா. நீ கூட இப்படி சத்தம் போட்டா எப்படிப்பா? ലച്ചുവേ എടാ കാര്യം എന്നൊന്നും പറ. വെറുതെ നമ്മളെല്ലാം കൂടി ടെൻഷൻ ആക്കിപ്പിക്കാതെ. നോക്ക്, നീ വിഷമിച്ചിരുന്ന നമുക്കൊരു സമാധാനം കാണൂല. അതുകൊണ്ടല്ലേ എടാ ചോദിക്കണേ. പോട്ട് എല്ലാം പോട്ട്. കാര്യം എന്ത്? ചേച്ചി ആർക്കെങ്കിലും അളിയനോട് പറയാണ്ട് കാശോ എല്ലാം കടം കൊടുത്താ അതിപ്പോ തിരിച്ചു തരുന്നില്ല. അതാണ് പ്രശ്നം. ആ കൊടുത്ത് 10 ലക്ഷം രൂപ. ഓ മൈ ഗോഡ് അളിയ 10 lakhs. 10 ലക്ഷം നീ കൊടുത്തു? ആർക്ക്? പോടന്ന്. ഓ അപ്പൊ നിങ്ങൾക്ക് പോരാൻ ഉദ്ദേശമില്ല. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എനിക്ക് മനസമാധാനം വേണം. ചേച്ചി കാര്യം പറഞ്ഞു പോയി. വേണ്ട ചേച്ചി കരഞ്ഞോണ്ടാ പോയെ. അളിയാ നമ്മൾ ഇടപെട്ടേ പറ്റൂ. നമ്മളെങ്ങനെ ഇടപെടാനാ? ചേച്ചി കാര്യം ഒന്നും പറയാതെ. അവള് നല്ല കലിപ്പിലുമാണ്. എന്നാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ വരുന്നൊന്നുമില്ല. അവളുടെ ആരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ കരയാൻ വേണ്ടിട്ട്. ഇല്ലല്ലേ? ഇല്ലല്ലോ.
ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒരുമിച്ച് വന്നു. എന്താ കനകേണ്ടി? லெச்சு நீ அழுகிறத பார்க்கும்போது எல்லாருக்குமே ரொம்ப வருத்தமா இருக்கு. உன்னை கஷ்டப்படுத்தணும்னெல்லாம் சொல்லிட்டு நான் கேட்க வரல. ஆனாலும் என்ன பிரச்சனைன்னு எங்களுக்கும் தெரிய வேண்டாமா? கொஞ்சம் சொல்றியாப்பா? ഇനിയിപ്പോ എന്റെ പ്രശ്നം അറിയാതെ ഉറക്കം വരില്ലായിരിക്കും അല്ലേ? നിങ്ങൾക്കൊക്കെ എന്താണ് കുഴപ്പം? ചിന്തിക്കാനുള്ള ബോധമൊക്കെ പോയാ? ഒരാൾ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക, എന്നാ അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അയാളെ വെറുതെ വിടുക? അതില്ല, വെറുതെ പുറകെ കിടന്ന് ചൊറിഞ്ഞോണ്ട് കിടക്കും. നേരത്തെ പുറത്ത് വെച്ചിട്ട് സിദ്ധു ഒരു കാര്യമില്ലാതെയാണ് ഷൗട്ട് ചെയ്തത്. ഞാൻ എന്തെങ്കിലും സിദ്ധുവിന്റെ അടുത്ത് പറയാൻ പോയോ? ഇല്ലല്ലോ. സിദ്ധു ഒരു കാര്യമില്ലാതെ ഒന്നും അല്ല ഷൗട്ട് ചെയ്തത്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അല്ലേ? ചേച്ചി, എനിക്ക് ചേച്ചിയുടെ അവസ്ഥ മനസ്സിലാവും. നോക്കേ, നോക്ക്, നമ്മളോട് പറയാനാണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പറയണ്ട, കുഴപ്പമില്ല. പക്ഷെ അമ്മായിയോട് പറയാലോ. ചേച്ചി അമ്മയെ മാറ്റി നിർത്തി രഹസ്യമായിട്ട് അമ്മായി അടുത്ത് പറ. നിങ്ങൾ ചങ്കല്ലേ, നമുക്കൊന്നും അറിയണ്ട, കുഴപ്പമില്ല. അമ്മായിയുടെ അടുത്ത് രഹസ്യം പറയാൻ? ആ, അമ്മായിയുടെ അടുത്ത് രഹസ്യം പറയാൻ അടിപൊളിയായിരിക്കും. പിന്നെ നാട്ടുകാർ മൊത്തം അറിയും. നീ പറഞ്ഞിട്ടുള്ള എന്ത് കാര്യമാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞു നടന്നേ? നീ പറഞ്ഞ എന്തെങ്കിലും ഞാൻ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? പോട്ട്, ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടി അൽഫാം കഴിക്കാൻ പോയ കാര്യം ഇവന്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞാടാ? നീ അറിഞ്ഞാ? ചേച്ചി അറിഞ്ഞാ? കണ്ട, ആരും അറിഞ്ഞിട്ടില്ല. നോക്ക്, സത്യസന്ധതയുള്ളവളാണ് ഞാൻ. ഇനി മേലാൽ എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്ന കൊള്ളാല്ലത്. എന്നെ കൂടെ നടപ്പോയെന്ന് അൽഫാം കഴിക്കാൻ പോയെന്നാ? ലജ്ജേ, കൊള്ളാം കേട്ടാ, നല്ല പരിപാടി. ലച്ചുസേ, ഇതുവരെ കാര്യം പറഞ്ഞു കാണത്തില്ലായിരിക്കും. അവിടെ പറഞ്ഞില്ലല്ലേ? അല്ലെങ്കിൽ അവർക്ക് വാശി ഇച്ചിരി കൂടുതലാവും. ഒടുക്കത്തെ വാശി എന്തിനാണോ എന്തോ. ഹോട്ടലെ എവിടെ? ചേച്ചിക്ക് ഇപ്പൊ കരയാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ കരഞ്ഞങ്ങ് തീർക്കട്ടെ. നിനക്കൊന്നും ബോധമില്ലേടേ? എന്നാ ഇവിടെ ഒരുത്തി നെഞ്ചു പൊട്ടിരുന്ന് കരയുന്നു. അപ്പൊ അതിനനുസരിച്ച് അത് മനസ്സിലാക്കി നിക്കല്ലേ ചെയ്യേണ്ടത്? നിക്കൂല്ലേ ചെയ്യണ്? ചേച്ചിയെ മനസ്സാറിന് കാണിക്കണം. ആരെ കാണിക്കണം? ചേട്ടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ കാണിക്കുന്ന ഡോക്ടർ. മനസാകറോ? ആഹാ, മനഃശാസ്ത്രജ്ഞനാണോ നീ ഉദ്ദേശിച്ചേ? ആ, അത് തന്നെ. കാണിക്കാം. ഇത് മനഃശാസ്ത്രജ്ഞന്റെ ആവശ്യമൊന്നും ഇല്ല, ഞാൻ ഡീൽ ചെയ്ത് തരാം. ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മൾ പാറമട വീട്ടിലെ കുട്ടികളാണ്. നമ്മൾ ഇങ്ങനെ ഒന്ന് കരയാനൊന്നും പാടില്ല. നമ്മൾ ശക്തരായിരിക്കണം കേട്ടാ. എന്നിട്ടാണ് പട്ടി മോങ്ങണത് പോലെ കിടന്ന് മോങ്ങണത്. என்ன சித்து இது? ஒருத்தர் சொல்லிட்டு இருக்காங்கல்ல, அவ சொல்லி முடிக்கட்டும், அதுக்கப்புறம் நீ பேசு. சிவா, நீ சொல்லுமா. അതന്നെ എന്നെ ചുട്ടുമണി ചുണ്ടാപ്പി ഇങ്ങോട്ട് നോക്കിക്കേ. നേരായി അളിയന്റെ വിധി. ഇനി ആരും അങ്ങോട്ട് മിണ്ടാൻ പോണ്ട. ചേച്ചി വയറ് നിറച്ചങ്ങ് കരയട്ടെ. അത് വാറ് പറഞ്ഞതില് കാര്യമുണ്ട്. ചേച്ചി കരയട്ട്. കരഞ്ഞ് 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 ചേച്ചിയുടെ മനസ്സ് നിറയണ വരെ കരയട്ട്. കരയേച്ചി, 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 കര 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 കര. അല്ലെങ്കിൽ എല്ലാവർക്കും ലച്ചു കറിയുന്ന കാണാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടം. ഞാനേ എന്റെ അച്ഛനും അമ്മേനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്റെ അച്ഛനും അമ്മേനെയാ. എന്നിട്ട് ഞാൻ ഇതൊക്കെ തന്നെ കേൾക്കണം. കണ്ടന്റ് വന്നു. ലച്ചു, നീ കാര്യം എന്താന്ന് പറ. എന്റെ അച്ഛനും അമ്മയും നിന്റെ അടുത്ത് എന്തോ പറഞ്ഞേ? അച്ഛനൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ 2 ദിവസം മുന്നേ നിന്റെ അമ്മേനെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും എന്റെ അടുത്ത് ചോദിച്ചു എന്നാ വരുന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മ 2 ദിവസം കഴിയുമ്പോ ഞാൻ സിദ്ധും കൂടെ വരാന്ന് പറഞ്ഞു. ഇതുപോലെ ഫോണൊക്കെ കട്ട് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. ഇന്ന് കുറച്ച് മുന്നേ എന്നെ വിളിച്ച് എന്താ വരാനേന്ന് ചോദിച്ച്. ഞാൻ എങ്ങനെ പോവാനാ? ഇവിടെ അമ്മൂമ്മ പോലും ഇല്ല, എല്ലാരും ഇവിടെ അല്ലേ. അതിന് നിന്റെ അമ്മ പറഞ്ഞ എന്താന്നറിയോ? മനഃപൂർവ്വം ഞാൻ അങ്ങോട്ട് പോവാത്തയാന്ന്, നിന്നെ ഞാനിവിടെ പിടിച്ചു വെച്ചേക്കാന്ന്. ഞാൻ അങ്ങനെയൊന്നും മനസ്സിന് പോലും വിചാരിച്ചിട്ടില്ല. ഈ അമ്മ തന്നെയാണ് പറഞ്ഞത് ഇവിടെ പിള്ളേർ ഇവിടെ ഒറ്റയ്ക്കായതും കൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതിന്ന്. അവസാനം പറഞ്ഞു വരുമ്പോ കുറ്റം മൊത്തം ലച്ചുവിന്. എനിക്ക് മടുത്ത്.
സിദ്ധുവേ, സിദ്ധു വായിലോർക്ക്. സിദ്ധു, ലച്ചു പറഞ്ഞത് സിദ്ധുവിന് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിന് ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തോന്ന് പറഞ്ഞേ? ചേച്ചി എനിക്കൊരു ഡൗട്ട്. ഇനിയിപ്പോ അളിയ റൂമിനകത്ത് കയറിയത് വല്ല കടുങ്കയും ചെയ്യാനായിരിക്കും. അല്ല, പറയാൻ പറ്റത്തില്ലല്ലോ. ഭാര്യയും അമ്മയുമായുള്ള പ്രശ്നം കാരണം പ്രഷർ താങ്ങാൻ പറ്റാതെ അളിയൻ ചിലപ്പം അല്ല ഭാര്യ അമ്മയും തമ്മിലുള്ള പ്രശ്നോ? അതിന് ഞാനും സിദ്ധുവിന്റെ അമ്മയും തമ്മിൽ എന്തോന്ന് പ്രശ്നം? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ലേ? ഇല്ല. ഒരു പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമില്ലാത്ത രീതിയിൽ ഡീൽ ചെയ്യണമായിരുന്നു. ചേച്ചി ഇപ്പൊ എന്താ ചെയ്തേ? അതേപോലെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. നൈസിൽ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെയാണോ അമ്മ, അങ്ങനെയാണോ അമ്മ, സ്നേഹത്തോടെ സംസാരിക്കണമായിരുന്നു. അല്ലെങ്കിൽ അളിയന്റെ അടുത്ത് അങ്ങനെ പറയണമായിരുന്നു. ഇങ്ങനല്ലായിരുന്നു. കരടം പൊത്തിയൊന്നും തന്നാണ്ടല്ലോ. എല്ലാം കൂടെ പുറകെ നടന്ന് പറയേച്ചി 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 എന്നും പറഞ്ഞ് കുത്തി പറയിപ്പിച്ചിട്ട് ഇപ്പൊ പ്ലേറ്റ് കമത്തുന്ന. ലച്ചുവേ, ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും ചേർന്ന് പറ 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 എന്ന് പറഞ്ഞ നീ എല്ലാം വെട്ടിത്തുറന്ന് പറയാൻ പാടില്ല. ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പറയേണ്ടാത്തതുണ്ട്. മനസ്സിലായ? മനസ്സിലായി. ഞാനേ നിങ്ങളുടെ അടുത്തൊന്നും കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. കറക്റ്റ്. என்னப்பா இது எல்லாருமா சேர்ந்து நம்ம லெச்சுவ குத்தம் சொல்றீங்க? அவளோட வாய தவறி ஒரு விஷயம் வெளியில வந்தது, அவ்வளவுதானே இருக்கு. വിഷയം വെളിയിൽ വന്നതെന്നാ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരണേ? ഞാനാണ് ഇവിടെ കുറ്റക്കാരിന്നാ? അല്ലേ? എനിക്ക് എല്ലാവരെയും മനസ്സിലായി. സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്. എനിക്കൊന്നും മനസ്സിലാവണം. ഞാൻ ഇറങ്ങി പോവാൻ പോകുന്നു. സിദ്ധു ഒന്ന് വാഹാദനെ ഓർക്ക്. എന്റെ കരച്ചിലൊക്കെ മാറി. സിദ്ധു, എവിടെ പോണ്? ലച്ചു, ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ലച്ചു, ഞാൻ എന്റെ അമ്മയും അച്ഛനെയും നല്ല രീതിക്ക് സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലേറെ നീ കൊടുക്കുന്നുണ്ട്. നീ എന്റെ ഭാര്യയാണ്. നിന്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കത്തില്ല. അതുകൊണ്ട് ലച്ചു, ഇതുവരെ ഞാൻ എന്റെ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ തിരിച്ചൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇന്ന് എന്റെ അമ്മയുടെ അടുത്ത് 2 വാക്ക് മുഖത്ത് നോക്കി സംസാരിക്കും. ലച്ചു, ഇനി ഇതുപോലൊരു അനുഭവം നിനക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിലും ചില കാര്യങ്ങളെ മുളയിലെ നുള്ളി കളയണം. സിദ്ധു 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 സിദ്ധു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അമ്മ അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല. പിന്നെ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ആയി പോയതാണ്. പിന്നെ അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അത് ഞാൻ ഇവിടെ ഇപ്പൊ എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. അത് ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ലച്ചു, എന്റെ മൂഡ് മൊത്തത്തിൽ മാറിയിരിക്കുക. എന്റെ കൈന്ന് വിട്ടെ. അളിയാ, കൈവിടാൻ പറടാ. അളയാ പോട്ട്. നീ ഇപ്പൊ അളിയൻ ചുമ്മാ അമ്മയടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അളയാ, അളിയനെ അമ്മയടുത്ത് പോയി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയാം ലച്ചേച്ചി പറഞ്ഞിട്ട് അത് കേട്ടിട്ടാണ് അളിയ ഇപ്പൊ പോയി പ്രശ്നം ഉണ്ടാക്കണേന്ന്. சிது, இதெல்லாம் எல்லா ஃபேமிலியிலும் நடக்கிற சின்ன சின்ன விஷயம்தான். அது நீ அங்க போய் சொல்லி இந்த சின்ன சின்ன விஷயத்த பெருசு பண்ண வேண்டாம். சொல்றத கேளுப்பா, போகாம இருப்பா. അതെങ്ങനെയായിരുന്നു ശരിയാവുക? അമ്മയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ തന്നെ വേണം. അതിനാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിക്ക, അവിടെ എങ്ങോട്ടാ പോകുന്നേ? എന്റെ ദൈവം, ഏത് നേരത്താവണം നിന്റെ അടുത്തൊക്കെ പറയാൻ തോന്നിയത്? സിദ്ധു പ്ലീസ്, പറയുന്നൊന്ന് മനസ്സിലാക്ക് നീ. സത്യം പറഞ്ഞാൽ ലച്ചു, എനിക്ക് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് നീ ഒരുപാട് ഇതുപോലെ കരഞ്ഞിട്ടുണ്ടല്ലേ. ഒരു മരുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞു പോയി ഇരിക്കാനുള്ളൊന്നും അല്ല. ഞാൻ എന്താണ് പോയി ചോദിക്കും. സിദ്ധു 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 സിദ്ധുവേ, ഈ ചെറിയ കാര്യം അവിടെ പോയി സംസാരിച്ച് വലിയ വിഷയം ആക്കണോ? ഇട്ട് കള സിദ്ധു. എന്റെ പൊന്നമ്മായി, ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിലേ ഇവള് ഇതുപോലെ നിന്ന് കരയേണ്ടത് ഞാൻ വീണ്ടും കാണേണ്ടി വരും. എനിക്കത് സഹിക്കത്തില്ല. ഇവളുണ്ടല്ലോ എന്റെ കുടുംബത്തിൽ കയറി വന്ന ലൈറ്റാണ്. ദീപം, ദീപം. ഞാനേ ഒന്ന് കാണിച്ചത്. സിദ്ധു 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 ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറ്റുമോ? സിദ്ധു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേശു ഒന്ന് പറയടാ. അളയാ അളയാ വാളെ സംസാരിക്കാം. നീ പോവല്ലേ? അതെ, നമുക്കൊന്ന് സംസാരിക്കാം. നടക്ക് 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 നടക്ക്. നടയളയാ പോട്ട്. നില്ല് 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 നില്ല്. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം. നിങ്ങൾ എന്നെ എത്ര തടഞ്ഞു വെച്ച് കഴിഞ്ഞാലും ഞാൻ ഇന്ന് എന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് 2 വാക്ക് മുഖത്ത് നോക്കി സംസാരിക്കും. എന്റെ പൊന്നു സിദ്ധു, ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാതെ. അമ്മ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോവാത്തോണ്ടല്ലേ ഇത്രയും ചൂടായത്. ലച്ചു, സത്യം പറഞ്ഞ സിദ്ധു, തെറ്റ് നമ്മുടെ ഭാഗത്താ. മനസ്സിലായല്ലേ അത്? പോടാ അവിടെ നിന്ന്.
അവിടെ ആരോ എന്തോ വരിക്കച്ചക്കയോ അതുപോലെ തന്നെ കൊലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, കപ്പയൊക്കെ. അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചോണ്ടിരുന്നത്. നമ്മളാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോയോ ഇല്ല. അപ്പൊ പിന്നെ ആർക്കാണെങ്കിലും ദേഷ്യം വരൂലേ. പിന്നെ അമ്മ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് വിഷമം വന്നു. അത് എന്നെ വഴക്ക് പറഞ്ഞ പോലെ എൻ്റെ ഒരു തോന്നലാവാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തത്. അല്ലാതെ അമ്മയുടെ ഭാഗത്ത് അവിടെ തെറ്റൊന്നും ഇല്ല. ലച്ചു, നിന്റെ അടുത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് അമ്മ ഇതുപോലെ നിന്നെ കരയിപ്പിച്ചിട്ടുണ്ടോ? പറ ലച്ചു, നീ കൃത്യമായിട്ട് എന്റെ അടുത്ത് പറയണം. അമ്മ നിന്നെ നേരത്തെ കരയിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഒരു തവണ. പക്ഷെ അത് നീ വിചാരിക്കുന്ന പോലെ അല്ല. അമ്മയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞ ജീവനാണ്. എനിക്ക് എന്റെ അമ്മയുടെ സ്വഭാവം നല്ല കൃത്യമായിട്ട് അറിയാം. കോളേജിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ മടല് വെട്ടിയിട്ട് എന്റെ പുറത്തിട്ട് അടിക്കുമായിരുന്നു. കാരണം ഇന്നെന്താണ് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് രണ്ട് വാക്ക് സംസാരിച്ചിട്ടേ ഉള്ളൂ. അളിയനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അളിയന്റെ കയ്യിരിപ്പിന്റെ കൂടുതൽ കാരണം കണ്ടായിരിക്കും. അളിയേടാ, ഞാൻ നല്ല ഡീസന്റ് ആയിരുന്നടാ. അപ്പൊ അത് പിന്നെ ഒരു ദിവസം ഞാൻ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പൊ അമ്മ ചോദിച്ചു എന്താ കഴിക്കാത്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ സമയം 9 10 11 12 12 കഴിക്കാത്തപ്പോ ആരാണെങ്കിലും വഴക്ക് പറയില്ലേ. ഇപ്പൊ ഇവള് കഴിക്കാതിരിക്കുമ്പോ നമ്മൾ വഴക്ക് പറയില്ലേ. അതുപോലെയാണ് അമ്മ എന്നെ ചീത്ത പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ എന്റെ അമ്മ എന്റെ ലച്ചൂസിനെ വഴക്ക് പറഞ്ഞിരിക്കുന്നു. കഷ്ടമാണ് എന്റെ അമ്മയുടെ അവസ്ഥ. അളിയന്റെ അവസ്ഥയാണ് ഇവിടെ കഷ്ടം. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടേ നിങ്ങൾക്ക് ചിലപ്പോ ഓവറായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? അതെന്തുകൊണ്ടാന്നറിയോ? ഇവളോടുള്ള സ്നേഹം കൊണ്ടോ? ഇവളുടെ ആട്ടും തുപ്പും കേട്ട് വെറും പട്ടിയെ പോലെ ഇവളുടെ പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ഇവളോടുള്ള സ്നേഹം കൊണ്ടോ? ഞാൻ എന്താണ് അമ്മയുടെ അടുത്ത് രണ്ടു വാക്ക് സംസാരിച്ചിരിക്കും. അതും ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. സിദ്ധു, സംസാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് നീ വിട്ടുകള. എന്തിനാണ് ഈ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. സിദ്ധുവേ, അമ്മ നമ്മളെല്ലാം സ്വന്തം മക്കളെ പോലെ കണ്ടാണ് സ്നേഹിക്കണേ. നീ ആവശ്യമില്ലാതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാതെ. ஆமா சித்து, குழுப்பழுத்து அம்மா வந்து ரொம்ப பாவம். எப்பவுமே என்ன கனகம் கனகம் சொல்லி பின்னாடி வருவாங்க. ஒரு வேலை கூட இது வரைக்கும் செய்ய அனுப்பவே இல்லை. ஒரு நாளைக்கு நான் வந்து காய்கறி அறியலாமா கேட்டு கத்தி எடுத்த அவ்வளவுதான் வந்து ஒரு அடி அடிச்சாங்க. ஆமா, அது பாசத்தினாலப்பா. എന്റെ അമ്മ ആന്റിനെ അടിച്ചോ? ஆமா, എന്റെ അമ്മ ആന്റിനെ അടിച്ചോ? ഇത് ചോദിക്കണം. ഇതിപ്പോ രണ്ട് വിഷയമായിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടി. ഇതങ്ങനല്ല സംഭവം. അളിയന്റെ അമ്മയ്ക്ക് നമ്മളെന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോ എപ്പോ പോയാലും അമ്മ എന്നെ മാർക്കറ്റിൽ പോയി നല്ല വലിയ മീൻ നോക്കി മേടിച്ചോണ്ട് വന്ന് അതിന്റെ തല തന്നെ കറി വെച്ചേരും. നല്ല സൂപ്പർ സ്വയംഭം തലക്കറി. ഈയിടയ്ക്ക് ഞാൻ പോയപ്പോ മട്ടൻ മേടിച്ചോളിയോ. മട്ടൻ എന്ന് പറഞ്ഞ എല്ലായിടത്തും ഇങ്ങോട്ട് ഊരി ഇങ്ങോട്ട് എടുക്കുമ്പോ അകത്തെ ചതയും പുറത്തെ ചതയും എല്ലാം കൂടെ വന്നിട്ട് സൂപ്പർ സാധനമായിരുന്നു. പിന്നെ കൊല ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ തലക്കറി. അളിയൻ കുഴപ്പമില്ലാത്ത അമ്മ ഒന്നും പറയണ്ട. അളിയൻ ഇനി ചേച്ചിയുടെ പേര് അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്കല്ലേ ഇത് മോശം. ചേച്ചിക്ക് അല്ലെങ്കിൽ തന്നെ അവിടെ നല്ല പേരില്ല. അമ്മ പറയുന്ന വാക്കും കേട്ടിട്ടെ ഭാര്യനെ പോയി വഴക്കിടുന്ന ഒരു മണകുണാന്തം ഭർത്താവല്ല ഞാൻ എന്താണേലും പോയി ചോദിക്കോളിയാ. അളിയാ വിടളിയാ പോട്ട്, വിഷയമില്ല. വെറും സിമ്പിൾ കേസ് വിട്ടേക്കിതങ്ങ്. അത് തന്നെ വിട്ട് കാണാൻ സിദ്ധു. എന്തോന്നത്? അത് തന്നെ. സിദ്ധു പോണ്ട. സിദ്ധു போகாத சித்து. അളിയ പോണ്ടേ, വിട്ടേക്ക് പോട്ട്. ശരി, ഞാൻ പോകുന്നില്ല. പക്ഷെ അമ്മയുടെ അടുത്തേ ഒന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. സിദ്ധു എന്ത് ചെയ്യാൻ പോണ്? ഞാൻ ഫോൺ വിളിക്കട്ടെ. ആരെ? അമ്മേനെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. കളിക്കല്ലേ സിദ്ധു. എനിക്ക് മനസ്സമാനത്തോടെ ജീവിക്കണം. എന്താ പറഞ്ഞേ? മനസ്സമാധാനത്തോടെ നിനക്ക് ജീവിക്കണമെന്നല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാണ്? ഞാനിപ്പൊ വിളിച്ച് എന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ നിന്നെ വിളിച്ച് നിന്റെ തല തിന്നുന്നല്ലേ? എനിക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോഴാ ക്ലിയർ ആയത്. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് പല സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഫോണിൽ എന്റെ പൊന്നളിയ എന്തോന്നത്? അല്ലെ എന്തിനാണ് ചുമ്മാ ആവശ്യമില്ലാതെ എഴുതാപ്പുറം വായിക്കണത്? ഇപ്പൊ ഇവിടെ നിലവില് ഒരു പൊട്ടാസേ പൊട്ടിട്ടുള്ളൂ. അല്ലെ അതിന്റെ ഇടയിൽ കൂടി ഇനി മാലപ്പടക്കം ഇട്ട് പൊട്ടിക്കല്ലേ? ഇപ്പൊ ഞാനാണല്ലോ ഇവിടെ മാലപ്പടക്കം പൊട്ടിക്കുന്നത്.
ഇവിടെ എന്റെ അമ്മയുടെ ഉപയോഗം ഒരു അടിമയെ പോലെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ ഇനി എന്തൊരു തേങ്ങ പറയണത്? ഇവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴുന്ന പോലും എനിക്ക് സഹിക്കത്തില്ല. എന്തൊരയ്യേ? അയ്യോ സിദ്ധുവിന്റെ അച്ഛൻ വിളിക്കുന്നു. ഫോണൊക്കെ തരാം, പക്ഷെ സംസാരിച്ച് അലമ്പാക്കരുത്. ഫോൺ തരാനാ ഞാൻ പറഞ്ഞേ. അളെ ചുമ്മാ അലമ്പാക്കല്ലേ. സിദ്ധുവേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ സിദ്ധു. சிது சொல்லறத கேளுப்பா, ஒன்னும் சொல்லாதப்பா. അളിയ ഒന്നും പറയല്ലേ. അച്ഛോ പറഞ്ഞു. എങ്ങനെ? ആ വരുന്നുണ്ടോ അവര്? ചിറ്റപ്പനും ചിറ്റമ്മയാ? ആ ഞാൻ നോക്കട്ടെ. ആ വരാം. ആ ഞാനേ അമ്മയുടെ അടുത്ത് ഫോൺ കൊടുക്കണമെന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാൻ പോയതാ. പിന്നെ നിങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാ. ഞാനൊരു കാര്യം മനസ്സിൽ പറയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ ഞാനത് പറഞ്ഞിരിക്കും. അളിയൻ ഇത്രയൊക്കെ ദേഷ്യപ്പെടുവോ? നിങ്ങളൊക്കെ സിദ്ധുവിന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. സിദ്ധുവിന്റെ മറ്റൊരു മുഖം നിങ്ങൾ ഇന്ന് കാണും. ആ ദാ വിളിക്കുന്നു എന്റെ അമ്മ. സിദ്ധു, അമ്മയുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണേ. ഞാൻ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ജീവനാണ്. വെച്ചു നീ ഇതിൽ ഇടപെടരുത്. ഇത് ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നം. എന്താ അമ്മേ? ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നൊന്നുമില്ല അമ്മ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അമ്മ കഴിച്ചായിരുന്നോ? ആ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ഞാനിവിടെ ദോശയും സാമ്പാറും കഴിച്ചു. ആ അച്ഛൻ വിളിച്ചായിരുന്നു. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് ചിറ്റപ്പനും ചിറ്റമ്മയും കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വീട്ടിൽ എത്രയൊന്നും ലച്ചുവിനെയും കൂട്ടി വരാൻ പറഞ്ഞു. ആ അതിനെന്താ അമ്മ, ഞങ്ങൾ എത്താലോ, കറക്റ്റ് ടൈമിൽ തന്നെ എത്താം. ഇല്ല ലച്ചുവിടെ ഉണ്ട്. അവളിപ്പൊ അമ്മയുടെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. വല്ലാതെ മിസ് ചെയ്യുന്നു പാവം. ആ രാവിലെ 8 മണിക്ക് തന്നെ എത്താം. ഓ ഞാൻ പറയാം. ശരി അമ്മ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ അമ്മ. ലച്ചു, നാളെ രാവിലെ 8 മണിക്ക് തന്നെ നമ്മുടെ വീട്ടിലെത്തണം. ചിറ്റപ്പനും ചിറ്റമ്മയും വരുന്നുണ്ട്. അപ്പൊ നമ്മള് 2 പേരും അവിടെ വേണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ? ഞാൻ പോയിട്ടെ നാളെ ഇടാനുള്ള ഷർട്ടും പാന്റും ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ലേറ്റ് ആവും. നീ ചുമ്മാ ഒരുങ്ങി സമയമൊന്നും കളയരുത് കേട്ടോ. ലച്ചു, പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ഇവിടെ കുട്ടികളായിട്ട് കളിയും ചിരിയായിട്ടൊക്കെ ഇരിക്കുമല്ലേ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വീട്ടിൽ പോയി അച്ഛന്റെയും അമ്മയുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. നീ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്താ ലച്ചു ശ്രദ്ധിക്കാത്ത? നിനക്കിവിടെ മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. പിന്നെ ലച്ചു, അമ്മ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നീ ചുമ്മാ തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാനേ പുറത്തു പോയിട്ട് കുറച്ച് ജിലേബി മേടിക്കട്ടെ. അമ്മയ്ക്ക് ജിലേബി ഭയങ്കര ഇഷ്ടം. ജിലേബി മേടിച്ചില്ലെങ്കിൽ അമ്മ മടല് വെട്ടി അടിക്കുമായിരിക്കും അല്ലേ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു.